ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ഈ വിജാവില് തുറക്കുമ്പോഴോ അടയ്ക്കുമ്പോഴൊക്കെ നല്ല പ്രയാസം ഉണ്ടാവും തുറക്കാനും അടയ്ക്കാനൊക്കെ. അപ്പൊ ആ ഒരു ടിപ്പാട്ടോ ഷെയർ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇതൊക്കെ ഉണ്ടാവും, അതുപോലെ ഒരു ഒച്ച ഉണ്ടാവും. അപ്പൊ അതൊരു ടൈറ്റ്നെസ് കൊണ്ടാണ് നമുക്ക് അങ്ങനെ വരുന്നത്. അപ്പൊ ആ ഒരു ഇത് നമുക്ക് ഇല്ലാണ്ടിരിക്കാനുള്ള ഒരു ടിപ്പാട്ടോ നമുക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഇതുപോലെ നമ്മുടെ ഈ ഒരു വിജാവിന്റെ സൈഡിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറയുന്നത്, കുറച്ച് വാസ്ലിന് കുറച്ച് തേച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു വിജാവിന്റെ ആ ഒരു ടൈറ്റ്നെസ് നമുക്ക് മാറിക്കിട്ടും. അത് അൾമാര ആകട്ടെ, ഇനി നമ്മുടെ റൂമിന്റെ ഡോർ ആകട്ടെ, എവിടെയാണെങ്കിലും ബാത്റൂമിന്റെ ഒക്കെ ആകട്ടെ. ബാത്റൂമിന്റെ അങ്ങനെ വരാറില്ല, കൂടുതലും വരാറ് നമ്മുടെ റൂമിന്റെ ഡോറിന്, അതുപോലെ അലമാരക്കൊക്കെയാണ് ഇങ്ങനെ ഇതുപോലെ സൗണ്ട് വരുന്നതും. അപ്പോൾ നമ്മുടെ ടൈറ്റ്നെസ് മാറാൻ വേണ്ടി നമുക്ക് കുറച്ച് വാസ്ലിൻ തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ കുറച്ച് വാസ്ലിൻ കയ്യിലാക്കിയതിന് ശേഷം ഈ ഒരു സൈഡില്, ഈ ഒരു വിജാവിന്റെ സൈഡിൽ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. നമ്മുടെ അതിന്റെ പുറമേയും നമുക്ക് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. വേണ്ട, ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ആ തുറക്കുന്നതിന്റെ അടയ്ക്കുന്നതിന്റെ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് മാറിക്കിട്ടും കേട്ടോ. സൗണ്ട് അതുപോലെ തന്നെ കണ്ടോ, ഈ ഒരു ടൈറ്റ്നെസ് നമുക്ക് മാറിക്കിട്ടും. ഇത് നമുക്ക് വിജാബില് മാത്രമല്ല, നമ്മുടെ കൊടയിലൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. കൊടക്കൊക്കെ ചിലപ്പോൾ നല്ല ടൈറ്റ്നെസ് വരും. അപ്പൊ നമ്മുടെ കൊടന്റെ ഇല്ലിയിൽ ഇതുപോലെ വാസ്ലിൻ തേച്ച് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും അത് ലൂസ് ആയി കിട്ടും കേട്ടോ. ഇനി മറ്റൊരു ടിപ്പ് പറയുന്നത്, നമ്മുടെ സിങ്കിലൊക്കെ മെഴുക്കുള്ള കാര്യങ്ങളൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ ഇതുപോലെ എണ്ണമയം ഉണ്ടാവാറുണ്ട്. അപ്പൊ അത് പോക്കാൻ നമ്മൾ ഇതുപോലെ നാരങ്ങ പിഴിഞ്ഞിട്ടുള്ള ഈ ഒരു തൊണ്ടോണ്ട് നമുക്ക് ഇതുപോലെ നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ ആ മെഴുക്കുണ്ടല്ലോ അത് പോയി കിട്ടും. അതുപോലെ അതിന്റെ ആ ഒരു കറ, ചളി, ഇത് കണ്ടോ, ഇത് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു മെഴുക്ക് എളുകുന്നത്, ആ ഒരു ചളി പോകുന്നത് ശരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ചളിയൊക്കെ നമുക്ക് പോക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ഇതുപോലെ തൊണ്ടുണ്ടെങ്കിൽ വേസ്റ്റിലേക്ക് ഇടണ്ട. ഇതുപോലെയുള്ള യൂസുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അത് കണ്ടോ ഇതുപോലെ നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഈ ഭാഗങ്ങളിലൊക്കെ നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് കണ്ടോ, ആ ചളിയൊക്കെ നന്നായി ഒന്ന് ഇളകും. വേണ്ട, ഞാൻ അതിലേക്ക് ഒന്നും ആഡ് ചെയ്തിട്ടില്ല, ഒരു ഡിഷ് വാഷോ കാര്യമൊന്നും ആഡ് ചെയ്യാതെ തന്നെയാണ് കണ്ടോ അത്രയോ ആ ഒരു ഇത് കിട്ടിയത്. ഞാൻ അതുപോലെ തന്നെ രാത്രിയിലൊക്കെ പ്രത്യേകിച്ച് നമ്മൾ രാവിലെ എണീറ്റ് വരുന്നുടന്ന് ഇതിന്റെ ഇടയിൽ ചിലപ്പോൾ പ്രാണിയുടെ ശല്യം, അതുപോലെ പൊട്ടളങ്ങൊക്കെ ആക്കാറുണ്ട്. അപ്പൊ അതിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് പറയുന്നത്, ഇതുപോലെ ഡേറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഡേറ്റ് കഴിഞ്ഞ മരുന്നുകളൊക്കെ ഉണ്ടെങ്കിൽ അവ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ ആ ഒരു സൈഡിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. കണ്ടോ, ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇതിന് ശേഷം പിന്നെ വെള്ളം ഒഴിക്കാതെക്കുക. രാത്രി എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ചെയ്യുക. പിറ്റേന്ന് രാവിലേക്ക് ആ ഒരു പ്രാണിയുടെ ശല്യമൊക്കെ നമുക്ക് മാറി കിട്ടും കേട്ടോ. അപ്പൊ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഫീഡ്ബാക്ക് അറിയിക്കുക. വീണ്ടും കാണാം. ബൈ.